ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കോമേഴ്സ് കോൺസെപ്റ്റ്സ്. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ എക്സാമിൻ്റെ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത്. നമ്മൾ ഓൾറെഡി നിങ്ങളുടെ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അപ് ടു 4 ചാപ്റ്റേഴ്സ് വരെ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങളുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓർഗനൈസിങ് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള 1 വേർഡ് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസും അവിടെ ആൻസേഴ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1ാമത്തെ ചോദ്യം: വിച്ച് ലെവൽ ഓഫ് മാനേജേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഡിറ്റർമിനിങ് ദ ഫോർമൽ ഓർഗനൈസേഷൻ? അതായത് നമ്മുടെ ഒരു മൊത്തം ഓർഗനൈസേഷനിൽ ഏത് ലെവൽ ഓഫ് മാനേജ്മെൻ്റ് ആണ് ഫോർമൽ ഓർഗനൈസേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ആൻസർ ഈസ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് ഏറ്റവും പീക്കിലുള്ള അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവരാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. 2ാമത്തെ ചോദ്യം: നെയിം ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ വിച്ച് ഡസ് നോട്ട് ഹാവ് എനി പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്. അതായത് ഒരു പ്രത്യേക ലക്ഷ്യമൊന്നും ഇല്ലാതെ നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അതെന്ന് പറയുന്നത് ഏതാണ്? അതായത് അവിടെ പ്രത്യേകിച്ച് ഒരു പേർപ്പസ് ഒന്നും വെച്ചിട്ട് ഓക്കെ ഇന്ന കാര്യങ്ങൾ ഇത്ര സമയം കൊണ്ട് നേടിയെടുക്കണം എന്നുള്ള ഒരു പ്രീ ഡിറ്റർമിനേഷനോട് കൂടി ഒന്നല്ല അത്തരത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ ഉള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് അതിനെയാണ് പറയുന്നത്. ഓക്കെ, അതിന് പ്രത്യേകിച്ചൊരു ഒരു പ്രീ ഡിറ്റർമൈൻഡ് മൈൻഡായിട്ടൊന്നല്ല നമ്മളത് ചെയ്യുന്നത്. ദെൻ 3ാമത്തെ ചോദ്യം: ABC Limited, in ABC Limited all the decisions are taken by the top level management only. Which policy is followed in an organization? അതായത് നമ്മളുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ മാത്രമാണ് എന്തെടുക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. ദ കോൺസെൻട്രേഷൻ ഓൺ പവർ ഈസ് ഫോക്കസ്ഡ് ഓൺ സംവെയർ ഇൻ ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് സെൻട്രലൈസേഷൻ. അതായത് പവർ കോൺസെൻട്രേറ്റ് ചെയ്യും. ഓക്കെ, ആ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് മാത്രം എടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. 4ാമത്തെ ചോദ്യം: ഇറ്റ് ഈസ് എൻ ഓർഗനൈസേഷൻ വിച്ച് ഈസ് കോൺഷ്യസ്ലി കോർഡിനേറ്റഡ് ടുവേർഡ്സ് എ കോമൺ ഒബ്ജക്റ്റീവ്. സ്റ്റേറ്റ് ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനാണ് അവിടെ എന്താണ് കോൺഷ്യസ്ലി, അതായത് ഡെലിബറേറ്റ്ലി ആണ് കാര്യങ്ങളെല്ലാം ഒരു കോമൺ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു സ്ഥാപനത്തിൻ്റെ ഏത് ടൈപ്പാണ്? നമ്മൾ 2 ടൈപ്പ് പഠിച്ചിട്ടുണ്ട്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അതിൽ കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിച്ച് നമ്മൾ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 5ാമത്തെ ചോദ്യം: എൻ ഓർഗനൈസേഷൻ ഈസ് ഒഫീഷ്യലി ക്രിയേറ്റഡ് ബൈ മാനേജ്മെൻറ്റ് ഈസ് കോൾഡ്. അതായത് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സുകൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഔദ്യോഗികപരമായി ഒഫീഷ്യലി ഫോർമേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫേമിൻ്റെ പേരെന്താണ്? അതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. ആൻഡ് 6ാമത്തെ ചോദ്യം: നെയിം ദ ഓർഗനൈസേഷൻ വിച്ച് എമേർജസ് ഡ്യൂ ടു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ പവർ ഉണ്ട്, ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഇത് രണ്ടും ഒരുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് എമേർജ് ചെയ്തിട്ടുള്ള കമൻസ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ നമ്മൾ എന്താണ് വിളിക്കുക? അതും ഇതേ പറഞ്ഞ പോലെ 2 തരത്തിലുള്ള ഓർഗനൈസേഷൻ്റെ ഫോർമലും ഇൻഫോർമലും. അപ്പോൾ ഒരു അതോറിറ്റി റെസ്പോൺസിബിലിറ്റി, ആരാണ് സുപ്പീരിയർ, ആരാണ് സബോർഡിനേറ്റ്, ആര് പറയുന്നത് ആര് കേൾക്കണം എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് വരുന്ന ഓർഗനൈസേഷനെ വിളിക്കുന്ന പേരാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 7ാമത്തെ ചോദ്യം: എ നെറ്റ്വർക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ദാറ്റ് അറൈസസ് സ്പോണ്ടേനിയസ്ലി ഡ്യൂ ടു ഇൻട്രാക്ഷൻ അറ്റ് വർക്ക് ഈസ് കോൾഡ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിലൊക്കെ നമ്മൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നതാണ് എന്ത്? ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് 8ാമത്തെ ചോദ്യം: ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ നോൺ ഫോർ ഗീവിങ് റൈസ് ടു റൂമേഴ്സ് ഈസ് കോൾഡ്. അതായത് റൂമേഴ്സിനൊക്കെ ഒരു സ്പേസ് കൊടുത്തിട്ട് റൂമേഴ്സൊക്കെ വരാനുള്ള ഒരു തരത്തിലുള്ള ഒരു സ്പേസ് ഉള്ളൊരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഗോസിപ്സ്, റൂമേഴ്സൊക്കെ അവിടെയാണ് ഉണ്ടാവുക. ആൻഡ് ഇൻ എൻ ഓർഗനൈസേഷൻ ദ നെറ്റ്വർക്ക് ഓഫ് സ്മോൾ സോഷ്യൽ ഗ്രൂപ്പ്സ് ബേസ്ഡ് ഫ്രണ്ട്ഷിപ്പ് ഈസ് കോൾഡ്. അതായത് സെൻറ്റിമെൻറ്റ്സ്, ഫ്രണ്ട്ഷിപ്പ്, ഫീലിങ്സ് ഇതിൻ്റെയൊക്കെ പുറത്ത്
ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് സർക്കിൾ രൂപീകരിച്ചിട്ട് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അവിടെ നമ്മൾ പ്രത്യേകിച്ച് റൂൾസോ റെഗുലേഷൻസോ ഒന്നും അവിടെ നമ്മൾ വെക്കുന്നില്ല. അത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ സ്പോണ്ടേനിയസ് റിലേഷൻഷിപ്പിലൂടെയാണ് വരുന്നത്. 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദിസ് സ്ട്രക്ചർ ഈസ് ഫോളോഡ് ബൈ ലാർജ് സ്കെയിൽ സർവീസ് ഓർഗനൈസേഷൻ ഹൂസ് ആക്ടിവിറ്റീസ് ആർ ജിയോഗ്രഫിക്കലി സ്പ്രെഡ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നമുക്ക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ രണ്ടെണ്ണം പഠിക്കാനുണ്ട്, ഡിവിഷണലും അതേപോലെ ഫങ്ഷണലും. ഇവിടെ എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കലി ഒത്തിരി സ്പ്രെഡ് ആയിട്ടുള്ള അത്രയും ഹ്യൂജ് ആയിട്ടുള്ള വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ഒത്തിരി കാറ്റഗറീസ് ഓഫ് പ്രോഡക്ട്സ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനത്തിനെ വിളിക്കുന്ന പേരാണ് ഡിവിഷണൽ ഓർഗനൈസേഷൻ. അവർക്ക് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റ് ലൈൻസ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ പല ഡിവിഷൻ ആയിട്ടായിരിക്കും അവിടെ തിരിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനത്തിന് അല്ലെങ്കിൽ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ഡിവിഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം എ കമ്പനി ഹാസ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ഇൻ ഡൽഹി, മാനുഫാക്ചറിംഗ് യൂണിറ്റ് അറ്റ് ചെന്നൈ ആൻഡ് മാർക്കറ്റിംഗ് ആൻഡ് sales department at Bangalore. The company manufactures the consumer's products. Which type of an organizational structure should it adapt to achieve its target? അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ലാർജാണ്, ഹെവിയാണ്, ഒത്തിരി പ്രൊഡക്റ്റ് ലൈൻസിൽ അത് ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് ഈ ഒരു ഫേം ഫോളോ ചെയ്യാൻ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is more suitable to follow a divisional organization structure because it's a very large and a huge one and widely spread ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി സ്യൂട്ടബിൾ ടു ഒബ്റ്റെയിൻ എ ഡിവിഷണൽ സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ. ആൻഡ് 12th ക്വസ്റ്റ്യൻ വിച്ച് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ ഫോർ എ മൾട്ടി പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനി. അതായത് ഒരു പ്രൊഡക്റ്റ് ലൈൻ മാത്രമല്ല, ഇപ്പോൾ ഒരു കമ്പനി അവർ ടെക്സ്റ്റൈൽസ് കൊടുക്കുന്നുണ്ട്, ജ്വല്ലറീസ് കൊടുക്കുന്നുണ്ട്, അവർ ഫുഡ്വെയർ കൊടുക്കുന്നുണ്ട്, ഇലക്ട്രിക് ഗുഡ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ആർ ഡീലിംഗ് വിത്ത് വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്, മോർ ദാൻ വൺ കാറ്റഗറി ഓഫ് ഗുഡ്സ്. അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് നല്ലത് ഡിവിഷണൽ സ്ട്രക്ചറാണ്. 13ാമത്തെ ചോദ്യം വിച്ച് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഈസ് സ്യൂട്ടബിൾ ഫോർ എ യൂണിറ്റ് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് എ കമ്പനി. അതായത് ഒരു ഒറ്റ പ്രൊഡക്റ്റ് ലൈന് മാത്രമേ ഒരു ഫേം ഫോളോ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ. അവർക്ക് ഫോളോ ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. ബിക്കോസ് ദർ ഓൺലി ഡീലിംഗ് വിത്ത് എ യൂണിറ്റ് പ്രോഡക്റ്റ്. ഒരു തരത്തിലുള്ള പ്രൊഡക്റ്റ് ലൈന് മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, ഡീൽ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് മോർ സ്യൂട്ടബിൾ ഹിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ടിസിപ്പേഷൻ ഓഫ് ലോവർ ലെവൽ ഇൻ മാനേജ്മെൻറ്റ് ഈസ് കോൾഡ് ഡാഷ്. നേരത്തെ നമ്മൾ സെൻട്രലൈസേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ടോപ്പ് ലെവലിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക പവർ. എന്നാൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റിലേക്കും കൂടി പാർട്ടിസിപ്പേഷനുള്ള ഒരു സ്കോപ്പ് കൊടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഡീസെൻട്രലൈസേഷൻ. ആൻഡ് 15 സജസ്റ്റ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടെർമിനോളജി ടു ഡിസ്ക്രൈബ് ദ സിസ്റ്റമാറ്റിക് ഡിസ്പോസൽ ഓഫ് അതോറിറ്റി ടു ദ ലോവർ ലെവൽ. അതായത് അധികാരം, പവർ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് നമ്മളിങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഡിസ്പേഴ്സ് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു കോൺസെപ്റ്റിനുള്ള കറക്റ്റ് സ്യൂട്ടബിൾ നെയിമാണ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ ഡീസെൻട്രലൈസേഷൻ എന്ന് വിളിക്കാം. 16ാമത്തെ ചോദ്യം ഇറ്റ് ഈസ് ദ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് പവേഴ്സ് ടു എക്സാക്ട് ഒബീഡിയൻസ് ഈസ് കോൾഡ് ഡാഷ്. അതായത് അധികാരമാണത്. കാരണം ഒരാൾക്ക് റൈറ്റ് ഉണ്ട്, ഓർഡേഴ്സും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, അതോറിറ്റി എന്ന് പറയുന്നത്. 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നെയിം ദ കോൺസെപ്റ്റ് വിച്ച് റെഡ്യൂസസ് ദ വർക്ക് ലോഡ് ഓഫ് എ മാനേജർ. ഒരു മാനേജറിൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാനേജർ എന്ത് ചെയ്യും, അത് ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റ്സിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. ഡെലിഗേഷൻ എന്നാണത് പറയുക. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജേഴ്സിന് അവരുടെക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട, ഏറ്റവും കൂടുതൽ അവർ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. മറ്റ് വർക്കുകളൊക്കെ സബോർഡിനേറ്റ്സിലേക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നാണ് അത് അറിയപ്പെടുന്നത്. 18ാമത്തെ ചോദ്യം
anything that goes to increase the importance of subordinate is called, അതായത് സബോർഡിനേറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക, ഡീസെൻട്രലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ലോവർ ലെവലിലേക്ക് എന്ത് വരും, അവർക്കും കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ചെയ്യാനൊക്കെ ഉള്ള ഒരു ധൈര്യവും കോൺഫിഡൻസും ക്യാപ്പബിലിറ്റിയും എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ അവിടെ ഇൻക്രീസ് ചെയ്യും. 19ാമത്തെ ചോദ്യം, ദ ടെക്നിക്കൽ ടേം വിച്ച് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് സബോർഡിനേറ്റ്സ് ദാറ്റ് സുപ്പീരിയർ ക്യാൻ എഫക്റ്റീവ്ലി സൂപ്പർവൈസ്, അതായത് ഒരു സുപ്പീരിയറിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനും സാധിക്കുന്ന സബോർഡിനേറ്റ്സിൻ്റെ മിനിമം നമ്പർ, മാക്സിമം നമ്പർ ഓഫ് എണ്ണത്തെ, ആ ഒരു നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ടീച്ചറിൻ്റെ അണ്ടറിൽ ടീച്ചർക്ക് അറിയാം ഇത്ര സ്റ്റുഡൻസിന് നമുക്ക് എന്താ പറയുക എഫക്റ്റീവായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ആ ടീച്ചർക്ക് അറിയാം, അത്രയും സ്റ്റുഡൻസിനെ ആ ടീച്ചർക്ക് എഫിഷ്യൻ്റായിട്ട് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു മാനേജർക്ക് അറിവ് വേണം, എന്ത്, എൻ്റെ കീഴിൽ ഇത്ര പേരുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അവരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഈ ഒരു പാഠഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മുഴുവൻ ചോദിക്കുന്നതല്ല, ചില ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്.